ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈറ്റ് ആൻഡ് ചാറ്റ് വിത്ത് അൻഷ്. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് നേരെ മഹാരാഷ്ട്രയിലുള്ള പൻവേലിലേക്കാണ് യാത്ര. അപ്പോൾ ഇന്ന് നമ്മൾ പൻവേലിലേക്ക് പോകുന്നത് രാജധാനി എക്സ്പ്രസ്സിലാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാമെന്ന്. ഒരുപാട് വ്ളോഗ്സിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പോയി ലോക്കലായിട്ടുള്ള ട്രിപ്സിലൊന്നും എടുത്തിട്ട് കാര്യമില്ല. കുറച്ച് ലോങ് ട്രിപ്പിനായിരിക്കും രാജധാനി എക്സ്പ്രസ് പോലത്തെ ട്രെയിൻസൊക്കെ എടുക്കുന്നത് നല്ലത്, കുറച്ച് ദൂരെ യാത്ര ചെയ്യുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ യാത്ര നല്ല കംഫർട്ടാണ് കേട്ടോ. എനിക്ക് പറയാനുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 ടയർ AC ആണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല സർവീസാണ് കേട്ടോ. അവരിപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ട് ഷീറ്റ്സും പില്ലോസൊക്കെ തരും. അതിനുശേഷം അവർ ചായയും കോഫിയോ അതേപോലെ ചിപ്സ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് കോഫിയാണ് ഞാൻ എടുത്തത്. കോഫി നല്ല സൂപ്പർ കോഫി കേട്ടോ, നല്ല പ്രീമിയം കോഫിയാണ്. കൂടാതെ ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് പോകുന്ന ഒരു സുഖമുണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ജേണിയാണ് മോസ്റ്റ്ലി ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ എല്ലാ കാര്യവും ഒബ്സർവ് ചെയ്യണം. ഞാൻ അങ്ങനെയാണ്. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ആൾക്കാർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ ഒരു ട്രെയിനിൽ പോയാലുള്ള സുഖം, ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇങ്ങനത്തെ പച്ചപ്പും അതേപോലെ കുറേ കഴിയുമ്പോൾ ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഫോണൊന്ന് വീഡിയോ ഓൺ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തൊട്ടടുത്തുള്ള ട്രാക്കിൽ ഇതേപോലെ ലോറി ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് ട്രെയിൻ വഴി. ഓക്കെ, അപ്പോൾ ഓരോ കാഴ്ചകളും പുതിയ പുതിയ അനുഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഓരോ ട്രാവലിങ്ങിനും. മറ്റൊരു ഹാപ്പിനെസ്സാണ് ഈ കൊങ്കൺ റെയിലിൽ കൂടെ പോകുന്നത്. ഈ ടണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ട്രെയിൻ പ്രിഫർ ചെയ്തത് കേട്ടോ. ഈ ടണൽ ഏകദേശം നല്ല രസമാണ് കേട്ടോ. ഈ ടണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇത് ചെയ്താൽ കുറേ നേരത്തേക്ക് അങ്ങോട്ട് ഇരുട്ടായിരിക്കും കേട്ടോ. പണ്ടൊക്കെ ഞാൻ തിരുവനന്തപുരം വരെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് കുഞ്ഞി ഇതേപോലെ ടണലൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആകും. പക്ഷേ ഇത് എത്രയോ മിനിറ്റ് കുറേ നേരത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഫുൾ ഇരുട്ടായിരിക്കും കേട്ടോ, പുറത്തോട്ട് നോക്കാനേ പറ്റില്ല. രാത്രി പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മാംഗ്ലൂർ ടു മഹാരാഷ്ട്രയിലെ റോഹ ആണ് അതിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ രാത്രി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ ഗോവയിൽ നിന്നാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഗോവ ടു മഹാരാഷ്ട്രയിലെ റോഹ എന്നുള്ള സ്ഥലം വരെയാണ് കേട്ടോ. ഈ ഒരു രത്നഗിരിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോൾ ഒരു സ്ഥലമാണ് കേട്ടോ റോഹ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലം വരെയാണ് ഈ ഒരു ടണലുള്ളത്. ഏകദേശം 92 ടണൽസാണുള്ളത്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കൊങ്കൺ വഴി ഒന്ന് ട്രാവൽ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് വന്നിട്ടുണ്ട്. രാജധാനി എക്സ്പ്രസ്സിലെ വെജ് മീൽസ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ലഞ്ചാണ്. അപ്പോൾ രാജധാനിയിലെ ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ മട്ടർ ആലു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇത് ദാലാണ്. ദാല് ഭയങ്കര വെള്ളം പോലെ ഇരുന്നു കേട്ടോ. പിന്നെ പനീർ ഒരു മസാല പോലത്തെ ഗ്രേവി പോലത്തെ ഒരു കറിയായിരുന്നു, അത് നല്ലതായിരുന്നു. പിന്നെ ഒരു ചോറ്, കുറച്ച് ചോറേ ഉണ്ടായുള്ളൂ കേട്ടോ, ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ 3 ചപ്പാത്തി, പിന്നെ ദഹി ഉണ്ടായിരുന്നു, ഒരു പിക്കിൾ ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ രാജധാനിയിൽ ഫുഡൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ മെയിൻ സ്റ്റേഷനായിട്ടുള്ള രത്നഗിരി എത്തി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവിടെ വടാപ്പാവ് വിൽക്കുന്നുണ്ടോ. ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വടാപ്പാവ്, എല്ലാവരും വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ അൽഫോൺസ മാംഗോ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഈ വടാപ്പാവിൻ്റെ കൂടെ സൈഡിലുള്ള പൊടി എന്താണെന്ന് വെച്ചാൽ മുളകാണ് കേട്ടോ, മുളക് ഉപ്പാണ്. അപ്പോൾ അൽഫോൺസ മാംഗോ കുറേ പേര് വാങ്ങിക്കുന്നുണ്ടായിരുന്നിട്ട് ഇവിടുത്തെ ഫേമസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പക്ഷേ വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു പേട പോലത്തെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു സ്വീറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മധുരമുണ്ട്. അൽഫോൺസ മാംഗോൻ്റെ അതേ ഫ്ലേവർ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. തിരിച്ച് പോവുകയാണെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ
സ്ഥലങ്ങളൊക്കെ ആകെ ഡ്രൈ ആയി തുടങ്ങി കേട്ടോ. പച്ചപ്പൊക്കെ കണ്ട സ്ഥലങ്ങളൊക്കെ ശരിക്കും ഡ്രൈ ആയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും അധികം മഴയില്ല എന്ന് തോന്നുന്നു. മഴയുള്ളപ്പോൾ ഈ റൂട്ട് എല്ലാവരും പറയാറുണ്ട് സൂപ്പറാന്ന്. പക്ഷെ ഞങ്ങൾ തിരിച്ച് പോയപ്പോൾ ഏകദേശം മഴയൊക്കെ കിട്ടിയിട്ടോ. ഭയങ്കര രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. ആ ക്ലൈമറ്റൊക്കെ കാണണം. ഞങ്ങൾ കുറേ നേരം സ്റ്റേഷനിൽ ഇടയിലൊരു സ്റ്റേഷനിൽ ഇറങ്ങി കുറേ നേരം നിന്ന് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുക കേട്ടോ. പിന്നെ സൈമുവിനെ കൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉള്ള വീഡിയോസ് വെച്ചിട്ടാണ് ഞാനെല്ലാം ഒപ്പിച്ചത്. അത് ഞങ്ങൾക്കൊരു മെമ്മറി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനും വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് വ്ളോഗ്സൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുറേ റോഡും കാര്യങ്ങളൊക്കെ നല്ല രസമാട്ടോ. നേച്ചറിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ചില സ്ഥലത്ത് ഡ്രൈ, ചില സ്ഥലത്ത് നല്ല പച്ചപ്പ്, ചില സ്ഥലത്ത് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അതാ 2 പേരും ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചായയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ 2 പേരും ഇവിടെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സെയിമും ഓക്കെയാണ്. ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ലാസ്റ്റ് സ്റ്റേഷനൊക്കെ എത്താറായപ്പോൾ അതുവരെയൊക്കെ ഒന്ന് ഉറങ്ങി കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ അതേ ഇവിടെ ചായ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു. ഭയങ്കര കമ്പനിയാണ്. പോണവരും വരവരൊക്കെ നോക്കി അവരൊക്കെ ആയിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് യാത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മാഷാ അല്ലാഹ് നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു റീൽസ് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര മോഹമായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ പോയി നോക്കി. ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ വണ്ടി. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പതുക്കെ മൂവ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു റീൽസ് എടുത്തത് കേട്ടോ. അങ്ങനെ അതും കിട്ടി. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടും നല്ല സ്ട്രെയിനും ചെയ്യണം. അത്യാവശ്യം നമുക്ക് അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് യാത്ര ചെയ്ത് അവരെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. സെയ്മുന് ഏകദേശം 2.5 മാസമുള്ളപ്പോൾ ചെറിയ ചെറിയ ട്രിപ്സൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവന് 1 വയസ്സായി. ഏകദേശം അവനൊരു 5 സ്റ്റേറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും നാളത്തേക്ക്. അപ്പോൾ നമ്മൾ പൻവേലിലെത്തി. ഇനി നെക്സ്റ്റ് വ്ളോഗ് പൻവേലിൽ. ഓക്കെ, ബൈ ബൈ.